നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. റഷ്യ യുക്രൈൻ യുദ്ധം ഓരോ ദിവസം കഴിയും തോറും ഏറ്റവും അതിന്റെ മാരകമായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദിവസവും അവിടെ നിന്നുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഒരു തരത്തിലും യുദ്ധം ഒന്ന് അവസാനിക്കുന്നതിനുള്ള യാതൊരു ലക്ഷണവും കാണുന്നില്ല. ഈ ചർച്ചകളൊക്കെ തന്നെ ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നതിന് പിന്നാലെ അവിടെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു സൈഡിലൂടെ ഈ പറയുന്ന രണ്ട് രാജ്യങ്ങളിലെയും സെലൻസ്കിനെ ആണെങ്കിലും പുടിനെ ആണെങ്കിലും വിളിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെ യാതൊരു തരത്തിലുള്ള അത്തരത്തിൽ യുദ്ധം അവസാനിക്കുമെന്നുള്ള ഒരു ശതമാനം പോലും ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ നാൾക്ക് നാൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ അറ്റാക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് ഇന്ന് മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പുറത്തു വന്നിരിക്കുന്നത് യുക്രൈൻ പ്രസിഡന്റ് ആയിട്ടുള്ള സെലൻസ്കിയുടെ ജന്മനഗരത്തിൽ തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ ഒരു അറ്റാക്ക് റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ് അല്ലെ. മാത്രമല്ല അവിടെ 18ഓളം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അപ്പൊ എന്തൊക്കെയാ അതിന്റെ ഒരു വിശദീകരണം? ഇന്നത്തേക്ക് ഇത് 1136 ദിവസമാണ് ഈ യുദ്ധം നടക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഏറ്റവും വലിയ പ്രധാന വാർത്ത ഈ 1136 ദിവസം സെലൻസ്കിയുടെ ജന്മനഗരമായ ക്രൈവി റിഹിൽ തന്നെയാണ്. ഈ ക്രൈവി റിഹിൽ എന്നുള്ള പ്രദേശത്ത് തന്നെയാണ് ബോംബ് വീണിരിക്കുന്നത്. മിസൈൽ ആക്രമണമായിരുന്നു. 18 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു എന്നാണ് പറയുന്നത്. മരിച്ചവരിൽ 9 പേരും കുട്ടികളാണ്. നമ്മുടെ ഈജിപ്തിൽ ഉണ്ടാകുന്ന അതേ സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഈജിപ്തിലല്ല, ഇസ്രയേലിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെ. ഇസ്രയേൽ എപ്പോഴും കുട്ടികളും സ്ത്രീകളും മരിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഇവിടെയും മരിച്ചവരിൽ 18 പേരിൽ 9 പേര് കുട്ടികളാണ്. കാരണം ജനവാസ മേഖലയിലാണ് ഈ മിസൈൽ പതിച്ചത് എന്ന് പറയുന്നു. ഇവിടുത്തെ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ് മരിച്ചുപോയത്. മിസൈൽ പതിച്ച് 10 നിലകളിലുള്ള ഫ്ളാറ്റിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു എന്ന് പറയുന്നു. ഇതിനൊപ്പം തന്നെ സമീപത്തെ ഒരു റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. അവിടെ നടന്നിരുന്ന സൈനിക ഉദ്യോഗസ്ഥരെയാണ് പരിശീലകരെയാണ് ലക്ഷ്യം വെച്ചിരുന്നത്. പക്ഷെ വീണത് ഈ മൈതാനത്ത് കൂടി ആയതുകൊണ്ട് കുട്ടികളും മരിച്ചു. മിസൈൽ ആക്രമണം ഉണ്ടായതിനു ശേഷമാണ് ഈ റെസ്റ്റോറന്റിനെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം എന്ന് മനസ്സിലായത്. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് 18 അല്ല, അതിനേക്കാൾ കൂടുതൽ പേര് തന്നെ മരണസംഖ്യ കൂടും എന്നാണ് പറയുന്നത്. 4-ലധികം സ്ഥലങ്ങളിൽ തീ പിടിച്ചിരുന്നു ഈ ഒരു അറ്റാക്കിന്റെ ഭാഗമായിട്ട്. എന്തായാലും ഇനി ഇത് കൂടാനുള്ള സാധ്യത സാധ്യതയുണ്ട്. ഇതിന്റെ ഒപ്പം തന്നെ വീണ്ടും വന്നിട്ടുണ്ട് ഖാർക്കീവില് രാത്രി റഷ്യൻ ആക്രമണത്തിൽ കുറഞ്ഞത് 5 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണ് ക്രിവി റീഹിലില് ഈ ബാലിസ്റ്റിക് മിസൈൽ നടന്ന് കുറച്ച് മണിക്കൂറുകൾ പിന്നീട് അടുത്ത സ്ഥലത്ത് വീണ്ടും ഉണ്ടായി. അപ്പോ ഒരു വെടിനിർത്തൽ ഉണ്ടായാൽ സഖ്യസേനയെ ഉക്രൈനിലേക്ക് വിന്യസിക്കാനുള്ള സാധ്യതയെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഫ്രഞ്ച് ബ്രിട്ടീഷ് സൈനിക മേധാവികൾ കൈവിൽ എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ഈ ആക്രമണം ഉണ്ടായത്. അപ്പൊ ഒരു വെടിനിർത്തൽ ഉണ്ടാകുന്നതിനുള്ള സാധ്യതകളെ കുറിച്ച് ഉണ്ടായാൽ എങ്ങനെയാണ് യുക്രൈൻ സൈന്യത്തെ എവിടേക്കാണ് വിന്യസിക്കേണ്ടതിനെ കുറിച്ചൊക്കെ ഒരു ചർച്ച നടത്താൻ പോകുന്നതിന് തൊട്ട് മുൻപാണ് റഷ്യ മറുപടി കൊടുത്തത്. കൃത്യമായൊരു മറുപടി തന്നെ റഷ്യയുടെ ഭാഗത്തുനിന്ന്. കാരണം വെടിനിർത്തലിന് റഷ്യ തയ്യാറല്ല. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ട്രംപായിട്ടടക്കം ചർച്ച നടത്തുമ്പോൾ യാതൊരു തരത്തിലുള്ള വെടിനിർത്തൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കാരണം അപ്പൊ ഇതിനു മുൻപ് തന്നെ ചർച്ചകളില് യുക്രൈൻ സമ്മതിച്ചിരുന്നു വേണമെന്നുണ്ടെങ്കിൽ വെടിനിർത്തലിന് തയ്യാറാണെന്ന്. പക്ഷെ റഷ്യ അപ്പോഴും പറഞ്ഞിട്ടില്ല. കാരണം അന്ന് പറഞ്ഞത് ഒരു ഭാഗികമായ വെടിനിർത്തലിന് വേണമെങ്കിൽ 30 ദിവസത്തെ വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് യുക്രൈൻ സമ്മതിച്ചിരുന്നു. ഒരു താൽക്കാലിക വെടിനിർത്തലിന് 30 ദിവസത്തേക്ക് തയ്യാറാണെന്ന് പറഞ്ഞപ്പോ പുടിൻ പറഞ്ഞത് അങ്ങനെ ഒരു ഭാഗികമായ വെടിനിർത്തലിന് കാര്യമില്ല. വെടിനിർത്തല് യുദ്ധം അവസാനിക്കുന്നതിന് എനിക്ക് താല്പര്യമാണ്. പക്ഷെ ആ യുദ്ധം അവസാനിപ്പിക്കുന്നത് ശാശ്വതമായിട്ടായിരിക്കണം. അല്ലാതെ വളരെ കുറച്ചു ദിവസത്തേക്ക് ഒരു വെടിനിർത്തൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് യുക്രൈന് കൂടുതൽ ആയുധങ്ങൾ സംഭരിക്കുന്നതിനുള്ള ഒരു അവസരം മാത്രമായിട്ട് മാറും. ഇപ്പൊ തന്നെ ആയുധങ്ങൾ ധാരാളം അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ 30 ദിവസം എന്ന് ചോദിക്കുന്നത് ഒരു വീണ്ടും യുദ്ധസന്നാഹം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് യുക്രൈൻ അങ്ങനെ എന്തായാലും റഷ്യ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു അറ്റാക്ക് നടത്തുന്നത്. ഇത് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം എല്ലാം തന്നെ ഇപ്പോൾ യുക്രൈന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ചെറിയ രീതിയിലുള്ള അറ്റാക്ക് നടത്തുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് പുടിന്റെ വാഹനം കത്തിയമർന്ന ഒരു വാർത്ത പുറത്തു വന്നിട്ട്. പക്ഷെ അതിന് പിന്നീട് അതിന്റെ അപ്ഡേഷൻ ഒന്നും പുറത്തു വന്നിട്ടില്ല. അന്ന് ഈ പറഞ്ഞ പോലെ അതും റഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് പുടിൻ സഞ്ചരിക്കുന്ന ഒരു വാഹനം കത്തിയമരുകയാണ്. അതിൽ പറയുന്നു പുടിന്റെ അപരൻ അതിലുണ്ടായിരുന്നു, അപരനല്ല ആരും ഉണ്ടായിരുന്നില്ല എന്നും എല്ലാം ഉള്ള. പക്ഷെ ഒരു ഡീറ്റെയിൽസും പുറത്തു വരുന്നില്ല. പിന്നീട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യൻ നിർമ്മിതമായ കാറ് തന്നെയാണ്. അതും കോടികൾ വിലമതിക്കുന്ന, നമ്മുടെ നാട്ടിലത്തെ പറഞ്ഞു കഴിഞ്ഞാൽ 3.5 കോടിയിലധികം വില വരുന്ന കാറാണ് ഈ കത്തി നശിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു സുരക്ഷാ പിഴവ് തന്നെയാണ്. അപ്പൊ ഞങ്ങൾ തന്നെ ഒരു ചർച്ചയില്, പ്രക്ഷോഭയുമായിട്ടുള്ള ചർച്ചയിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു,
ഒരുപക്ഷെ ഇത് രാജ്യത്തിനകത്ത് തന്നെയുള്ള വാഗ്നർ ഗ്രൂപ്പിന്റെ ആക്രമണം വീണ്ടും വരികയാണോ, ഒരു സംശയം പറഞ്ഞിരുന്നു. കാരണം അത് രാജ്യത്തിനുള്ളിൽ നിന്നാകാൻ തന്നെ വഴിയുള്ളൂ. കാരണം പുറത്തുനിന്ന് ഒരു കൂട്ടർ വന്നിട്ട് ഈ കാരണം പുടിൻ ഒന്ന് വണ്ടിയിൽ കയറണമെന്നുണ്ടെങ്കിൽ അത്ര അധികം സുരക്ഷ നടന്നിട്ടാണ് നടക്കുകയുള്ളൂ. അപ്പോൾ അതിന്റെ ഉള്ളിൽ തന്നെ പുടിന് യാത്ര ചെയ്യാനായി ഒരുക്കി വെച്ച കാറുകളിൽ ഒന്നിലാണ് ഈ അപകടം ഉണ്ടായത്. മാത്രമല്ല അതിന് ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങൾ, ഒരു വലിയ ബോംബ് വന്ന് പതിച്ചാലൊന്നും അതിനുള്ളിൽ ആർക്കൊന്നും പറ്റില്ല. അപ്പൊ എഞ്ചിന്റെ അടുത്ത് തന്നെ ഒരു തീപിടുത്തം ഉണ്ടായത്. അതുപോലെ തന്നെ അത്ര പെട്ടെന്നൊന്നും എഞ്ചിനൊന്നും കേടുവരാൻ സാധ്യതയുള്ള ഒരു വാഹനമല്ല അത്. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് ഒരു അകത്ത് തന്നെ ഏതോ ഒരു ചാരനോ അല്ലെങ്കിൽ പുടിനെതിരായിട്ടുള്ള ആരോ അവരുടെ സേനയിൽ തന്നെ ഉണ്ട്. അതിന് പക്ഷെ വലിയ അത്ഭുതമൊന്നും ഇല്ല. എന്താന്ന് വെച്ചാൽ പുടിന്റെ സേനയിലുള്ള പുടിന് മാത്രമേ ഇപ്പൊ യുദ്ധം നടത്തണമെന്ന് ആഗ്രഹമുള്ളൂ. സൈന്യത്തിന് അങ്ങനെ വലിയൊരു ആഗ്രഹം ഇല്ല യുദ്ധം അവസാനിപ്പിക്കണം. കാരണം ഇത് 3-3.5 കൊല്ലായില്ലേ തുടങ്ങിയിട്ട്. എത്ര ആളുകൾ അതിനിടയില് ആളുകൾ ഒരു മരണപ്പെട്ടു. അപ്പൊ പിന്നെ പൈസ, ആയുധങ്ങൾ എത്രത്തോളം വാങ്ങിക്കൂട്ടുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ യുക്രൈന്റെ കിഴക്കൻ ഡൊണറ്റ്സ്ക് മേഖലയിലെ 2 ഗ്രാമങ്ങൾ കൂടി തങ്ങളുടെ സൈന്യം പിടിച്ചെടുത്തു എന്ന് റഷ്യ അവകാശപ്പെട്ടു. ഇതിനിടയിൽ 24 മണിക്കൂറിന്റെ ഉള്ളിൽ 2 ഗ്രാമങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവന പ്രകാരം ഡൊനെറ്റ്സ്കിലെ 2 ഗ്രാമങ്ങളാണ് പാൻഡിലൈ മോണിവ്ക എന്ന രാജ്യവും റോസിവുക്ക എന്ന ഗ്രാമവും. ഈ 2 ഗ്രാമമാണ് ഇപ്പോൾ പിടിച്ചെടുത്ത് എന്ന് പറയുന്നു. ഇത് ജനവാസ കേന്ദ്രങ്ങളാണ്. ഈ കേന്ദ്രങ്ങൾ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് റഷ്യൻ സൈന്യമാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ മധ്യനഗരമായ ഡിനിപ്രോയിലെ ഒരു ഉദ്യോഗസ്ഥൻ കാറിലുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് ആശുപത്രിയിൽ മരിച്ചതായിട്ട് ഇപ്പൊ യുക്രൈൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോ വീണ്ടും അവിടെ മരണസംഖ്യകളും കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിലാണ് പറയുന്നത് വേറൊരു ആക്രമണം ഉണ്ടായത്. ഇവര് തമ്മിലുള്ള ഒരു ഊർജ വെടിനിർത്തൽ ഉണ്ടായിരുന്നു. മോസ്കോ ലംഘിച്ചു എന്ന് ആരോപിച്ചിട്ട് യുക്രൈനിലെ ഖേഴ്സണിലെ താപവൈദ്യുത നിലയത്തിൽ റഷ്യ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. അപ്പോൾ റഷ്യ മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ യുക്രൈൻ ഒന്ന് പതുങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ പതുങ്ങുന്നതിന് അത്രയും കൂടുതലായിട്ട് കാരണം യുക്രൈൻ പതുങ്ങുന്നതിന് കാരണമുണ്ട് ഇപ്പോ. കാരണം ഇത്രയും കാലം ആയുധങ്ങൾ കിട്ടിയിരുന്നത് അമേരിക്കയുടെ കയ്യിൽ നിന്നാണ്. ഇപ്പൊ അമേരിക്ക പറഞ്ഞിട്ടുണ്ട് ട്രംപ് വന്നതോടുകൂടി ഞങ്ങൾ ഇനി ആയുധം തരില്ല എന്ന്. അവരെ സംബന്ധിച്ച് അവരുടെ രാജ്യത്തിൽ അത് സാമ്പത്തിക നഷ്ടമാണ് വരുത്തി. യുദ്ധം അവസാനിക്കുന്നുമില്ല, വർഷങ്ങളായിട്ട് അതിന്റെ ഒപ്പം തന്നെ ട്രംപ് വേറൊരു കാര്യം പറഞ്ഞിരുന്നു, ഞങ്ങൾ ഈ ഇതിലേക്ക് ഇതുവരെ ഞങ്ങൾക്ക് തന്ന എമൗണ്ട് കണക്കാക്കണം, ഇതെല്ലാം കടമായിട്ടാണ്, യുദ്ധത്തിന് വേണ്ടി ഞങ്ങൾ തന്നത് കടമാണ്, ഈ കടം നിങ്ങൾ തിരിച്ചു തരേണ്ടതുണ്ട്. അങ്ങനെ കടം തിരിച്ചു തരുന്നതിന് അതായിട്ട് 500 ബില്യൺ വരുന്ന ധാതു സമ്പത്ത് ഞങ്ങൾക്ക് തരണം എന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടത്. ഇത് പറഞ്ഞിട്ടാണ് സെലൻസ്കി അവിടെ വിളിച്ചുള്ള കരാർ ഒപ്പിടാൻ വന്നു കഴിഞ്ഞപ്പോൾ സെലൻസ്കി അത് കീറി എറിഞ്ഞു ഓടിയത്, അവിടെ അത് തയ്യാറല്ലാതെ പോയത്. അപ്പൊ അതോടുകൂടി സെലൻസ്കിയും ട്രംപുമായിട്ടുള്ള ബന്ധം നല്ല പോലെ ഉലഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അമേരിക്ക ഇനി അടുത്തിടെയൊന്നും ആയുധങ്ങൾ കിട്ടില്ല എന്നുള്ളത് യുക്രൈന് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ യുക്രൈൻ ഒന്ന് പിന്നാക്കം വലിച്ചിട്ടുണ്ട്. ഈ അവസരം വളരെയധികം ഉപയോഗിക്കുന്നത് ഇപ്പോ റഷ്യ തന്നെയാണ്. അത് മാത്രമല്ല ഇപ്പൊ അമേരിക്ക ആണെങ്കിൽ ഇപ്പൊ ഇറാന് നേരെ ഒരു അറ്റാക്ക് നടത്താനുള്ള തയ്യാറെടുപ്പാണ്. അവർക്കപ്പോൾ അതും ശ്രദ്ധിക്കണം. ഇറാന് നേരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ഈ കപ്പലുകൾ, യുദ്ധക്കപ്പലുകളൊക്കെ തന്നെ അവരെ ലക്ഷ്യമിട്ടുകൊണ്ട് നടക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ച് യുദ്ധം അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ട്രംപ് അധികാരത്തിൽ വന്നത്. പക്ഷെ ഇപ്പോൾ ഈ ഒരു വർഷം അദ്ദേഹം അധികാരത്തിൽ കയറി ഏകദേശം ഇപ്പൊ 4 മാസം പിന്നിടുകയാണ്. ഏപ്രിൽ ആയപ്പോഴും യാതൊരു തരത്തിലുള്ള നീക്കങ്ങളൊന്നും തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇസ്രായേലും ഹമാസും തമ്മിലുള്ളത് എടുക്കുകയാണെങ്കിലും റഷ്യയും യുക്രൈനും തമ്മിൽ എടുക്കുകയാണെങ്കിലും ഒരു തരത്തിലും യുദ്ധം അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ പ്രതീക്ഷകളും കുറയാണെന്ന് തോന്നുന്നു അല്ലേ? അതേപോലെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വേറൊരു പറ്റിയുണ്ട്. ഇത് പറഞ്ഞപ്പോ തന്നെ അമേരിക്കന് യുക്രൈന് ആയുധങ്ങൾ കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ ആയുധങ്ങളും സഹായവും എല്ലാം ചെയ്യാൻ തയ്യാറായിട്ട് ജർമ്മനി മുന്നോട്ട് വന്നു. അപ്പൊ അത് അമേരിക്കയ്ക്ക് ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ആരോടാണ്, ഇതിന്റെ ഒപ്പം തന്നെ ഇസ്രയേലിനെ സഹായിക്കണോ, അതിന്റെ ഒപ്പം ജർമ്മനിയോട് ഒരു ഇത് തടസ്സത്തിൽ നിൽക്കുന്നോ, അതോ ഇറാനുമായിട്ട് പ്രശ്നത്തിന് വരുന്നോ, ഇങ്ങനെ അമേരിക്ക ഒരു മൊത്തം പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഇന്നത്തെ ഏറ്റവും വലിയൊരു വാർത്തയായിരുന്നു അമേരിക്കയിലുള്ള വെള്ളപ്പൊക്കവും ചുഴലിക്കാറ്റും. അവരുടെ രാജ്യത്തിനകത്ത് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഭയങ്കരമായിട്ട് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. അത് വളരെ രീതിയിൽ അടുത്ത 2-3 ദിവസത്തോളം ഈ അവിടെ അമേരിക്കയിലെ കാലാവസ്ഥ, പ്രത്യേകിച്ച് തെക്കൻ ഭാഗങ്ങളിലെല്ലാം വളരെ ചുഴലി കൊടുങ്കാറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ നടന്നു പോകുമ്പോൾ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയി മരിക്കുകയൊക്കെ ചെയ്തു. അപ്പോ വലിയ അപകടങ്ങളാണ് അമേരിക്കയുടെ ഉള്ളിൽ തന്നെ നടക്കുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ പിന്നെ റഷ്യ യുക്രൈൻ യുദ്ധത്തില് കൊട പിടിക്കാൻ പോകാൻ അമേരിക്കക്ക് സമയമുണ്ട്. അതോ ഇവർ രണ്ടുപേരും ഈ പറയുന്ന എന്താ പറയാ അമ്പിലും വില്ലിലും അടുക്കുന്നില്ല എന്ന് ഒരു പറയുന്നത് തരത്തിലും തയ്യാറാവുന്നില്ല. അപ്പോൾ ഇനിയിപ്പോ എന്തൊക്കെയായാലും ഇനിയിപ്പോ മധ്യസ്ഥ ചർച്ചകളൊക്കെ എന്തെങ്കിലും നടക്കുമോ എന്നുള്ളതാണ്. അതായത് മറ്റുള്ള രാജ്യങ്ങൾ ഏതെങ്കിലും വരുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷെ ശരിക്കും ഒരു പ്രകോപനം തന്നെ ഉണ്ടായത്. കാരണം സെലൻസ്കിയുടെ ജന്മഗ്രാമത്തിൽ പോയിട്ട് വെടിവെക്കുന്നു എന്ന് പറഞ്ഞാൽ, മിസൈൽ ആക്രമണം നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കുമുള്ളൊരു പ്രകോപനം തന്നെയാണ് ഇപ്പോ നടത്തിയിട്ടുള്ളത്. ഏതായാലും പിന്നെ എന്തായാലും ഇപ്പൊ കുട്ടികൾ മരിച്ചത് അത് നമുക്ക് യുദ്ധം തുടങ്ങിയ കാലം മുതലാണ്. ഇപ്പൊ നമുക്ക് ആരോടാണ് അനുകമ്പ എങ്കിലും ഈ കുട്ടികളെയൊക്കെ അതുപോലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയൊക്കെ ഈ കൊല്ലുന്നതിനോട് യാതൊരു തരത്തിലും നമുക്ക് അത് സമ്മതിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്തൊക്കെ പറഞ്ഞാലും. എന്നിരുന്നാലും ഇനി എന്തായിരിക്കും ഉണ്ടാവും, ഇനിയിപ്പോൾ ഇതിനൊരു മറുപടി ഇനി സെലൻസ്കി കാണിക്കുമോ? പറ്റുള്ളൂ. കാരണം യുദ്ധം നീണ്ടുകൊണ്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ഇതിന്റെ ഒരു തിരിച്ചടി തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷെ ഇപ്പൊ തന്നെ സെലൻസ്കിയുടെ രാജ്യത്തിന്റെ 2 ഗ്രാമങ്ങളാണ് പിടിച്ചിരുത്തിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം വലിയൊരു പ്രശ്നമായിട്ട് തന്നെ നിലനിൽക്കുന്നു. വീണ്ടും യുദ്ധത്തിന്റെ ഒരു ഭീതി ലോകത്ത് നിന്ന് ഒഴിഞ്ഞു പോകാൻ സാധ്യതയില്ല. ഇപ്പൊ നമ്മൾ വിചാരിച്ചിരുന്നു ട്രംപ് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ യുദ്ധം നമ്മളൊക്കെ വാർത്ത കൊടുക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു യുദ്ധം ഉടൻ അവസാനിക്കാനുള്ള സാധ്യത ഉണ്ടാവും. പക്ഷെ യാതൊരു സാധ്യതയില്ല എന്ന് മാത്രമല്ല, യുദ്ധം വീണ്ടും ഇപ്പോൾ അതേ മുന്നേ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേ രീതിയിലേക്ക് അദ്ദേഹം മറ്റേ ബൈഡൻ ഭരണകൂടത്തെ വല്ലാതെ വിമർശിച്ചിരുന്നു. ബൈഡൻ ആണ് ഭരിക്കുന്നത് കൊണ്ടാണ് യുദ്ധം അവസാനിക്കാത്തത്, ഞാനായിരുന്നെങ്കിൽ ഇത് ഇപ്പൊ അവസാനിപ്പിച്ചതിനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ഇതിങ്ങനെ പോവാണെങ്കിൽ ഇപ്പോൾ ട്രംപിനെതിരെയും സ്വന്തം രാജ്യത്ത് നിന്നും അതുപോലെ തന്നെ പല രാജ്യങ്ങളിൽ നിന്നും വിമർശനം. കാരണം ട്രംപിന് ഇപ്പൊ ഇവിടുന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് ട്രംപ് വിചാരിച്ചത്, അതിനാണ് റഷ്യയെ കൂട്ടുപിടിച്ചത്, പുടിനെ കൂട്ടുപിടിച്ചത്. എന്നിട്ട് പുടിനോടും പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പിടിച്ചെടുത്ത റഷ്യ പിടിച്ചെടുത്ത സ്ഥലം മുഴുവൻ യുക്രൈനിലെ ഏറ്റവും കൂടുതൽ ധാതു സമ്പത്തുള്ള പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങളിൽ നിന്ന് ഖനനം ചെയ്യുന്നതിനുള്ള അവകാശം ഞങ്ങൾക്ക് തരാമെന്നുണ്ടെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് യുക്രൈനുമായി സംസാരിക്കാം, ഈ യുദ്ധം അവസാനിപ്പിച്ചു തരാം. ആ ഒരു ഉടമ്പടിയാണ് പറഞ്ഞത്. പക്ഷെ റഷ്യ അതിൽ നിന്ന് പതുക്കെ പിന്മാറി. അതുപോലെ തന്നെയാണ് യുക്രൈനോട് കൂടി പറഞ്ഞത്, ഞങ്ങൾ നിങ്ങൾക്ക് തന്നതിന് പകരമായിട്ട് 500 ബില്യൺ വരുന്ന ധാതു സമ്പത്ത് ഞങ്ങൾക്ക് തരണം. അപ്പൊ ഈ 2 രാജ്യത്തു നിന്നുള്ള ധാതുക്കളിൽ കണ്ണുവെച്ചിട്ടാണ് ട്രംപ് പറഞ്ഞിരുന്നത് ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന്. ഇപ്പൊ 2 രാജ്യവും അവർക്ക് കിട്ടിയ, സെലൻസ്കി അവരുടെ രാജ്യത്തുള്ളത് കൊടുക്കാൻ തയ്യാറല്ല, പുടിൻ അവർക്ക് കിട്ടിയത് പങ്കുവെക്കാൻ തയ്യാറല്ല. ഈ ഒരു അവസ്ഥയില് ട്രംപിന് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. Malayali Warta Plus, like, share and subscribe.